കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം
ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായ പരിശുദ്ധ കുർബാനയാകുന്ന ദൈവിക രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളി സ്വീകരിച്ചവരും ആ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കടപ്പെട്ടിരുന്നവരുമായിരുന്നു പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായി മോശ വഴി ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ കൊടുക്കുകയും ഈ കൽപ്പനകൾ പാലിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെന്നും എൻ്റെ ജനമായിരിക്കുമെന്ന് അവരോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന് ഈ ഉടമ്പടിയിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ദൈവം ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും ഇസ്രായേൽ ജനത്തിൻ്റെ പക്കലേക്ക് അയക്കുകയും അവർക്ക് ജീവിതത്തിൽ ചില തിരുത്തലുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ തിരുത്തലുകൾ സ്വീകരിക്കുന്ന ദൈവജനം ഏറെ നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ വീണ്ടും പഴയ ജീവിതാവസ്ഥയിലേക്ക് കടന്നു പോകുന്നതും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. ഇപ്രകാരമുള്ള പഴയ ജീവിതശൈലി സ്വീകരിക്കുമ്പോൾ ദൈവം പലതവണ വിലപിക്കുന്നതും പ്രവാചകന്മാരിലൂടെ ജനത്തെ വീണ്ടും വീണ്ടും കൽപ്പനകൾ പാലിക്കുവാൻ അവരെ ഓർമ്മിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരമുള്ളൊരു വചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആകാശമേ കേൾക്കുക, ഭൂമിയെ എനിക്ക് ചെവി തരിക, എൻ്റെ മക്കൾ എന്നോട് മറുതലിക്കുന്നു. ഒരു കാളയ്ക്ക് അതിൻ്റെ ഉടമസ്ഥനെയും കഴുതയ്ക്ക് അതിൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ദൈവം വിലപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ വിലാപം അതിൻ്റെ വലിയ വേദനയുടെ മറ്റൊരു തലത്തിലെത്തുന്നത് നമ്മൾ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ദൈവം ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുകയാണ്, ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കുന്നു അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത് എന്ന്. ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കുന്നു അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത് എന്ന്. ഇപ്രകാരമുള്ളൊരു ചോദ്യം നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന് പറയുവാൻ ഒരു ഉത്തരമുണ്ട്. പുതിയ നിയമത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദൈവമേ, നീ എങ്ങനെയാണ് ഈ ലോകത്തെ സ്നേഹിച്ചത് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിൻ്റെ ഉത്തരമാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവർണവാചകം എന്നറിയപ്പെടുന്ന ഈ വചനം നമ്മളെല്ലാവരും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിതാവായ ദൈവം പുത്രനായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വചനഭാഗത്തു നിന്ന് മനസ്സിലാകുന്നുണ്ട്. പുത്രനായ ഈശോ മിശിഹായെ നമുക്കെല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഈശോയെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ജനം മുഴുവനും ആദിമ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക്, ദൈവത്തോടൊപ്പമുള്ള നിത്യജീവൻ്റെ അവസ്ഥയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പുത്രനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പിതാവിൻ്റെ ഈ ഒരു ദൗത്യവും പേറിക്കൊണ്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് ഭൂജാതനായത്, മനുഷ്യർക്കെല്ലാവർക്കും നിത്യജീവൻ കൊടുക്കുക. പിതാവിൻ്റെ ഈ ആഗ്രഹം ഈശോ സാധിച്ചത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവൻ ശിക്ഷാവിധിക്ക് വിധേയനാവുകയില്ല എന്ന്. പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യർക്ക് നിത്യജീവൻ ഉണ്ടാവണമെന്നുള്ള വലിയ ആഗ്രഹത്തെ പരിശുദ്ധ കുർബാനയാകുന്ന വലിയ കൂദാശ സ്ഥാപിച്ചുകൊണ്ട് ഈശോ സാധ്യമാക്കി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിത്യജീവൻ്റെ ഔഷധമെന്നാണ് സഭാപിതാക്കന്മാർ പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാരിൽ വളരെ പ്രത്യേകമായി പൗരസ്ത്യ സഭാപിതാവായി അറിയപ്പെടുന്ന വിശുദ്ധ അപ്രേം തൻ്റെ ഗീതങ്ങളിലൂടെയും തൻ്റെ പ്രബോധനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാന തിരുപ്പാഥേയം എന്നാണ്. തിരുപ്പാഥേയം എന്നാൽ വിശുദ്ധമായ പൊതിച്ചോറ്. ഒരമ്മ തൻ്റെ കുഞ്ഞിന് വഴിയാത്രയിൽ
കരുതലായി കൊടുത്തുവിടുന്ന ഭക്ഷണപ്പൊതി പോലെ, പൊതിച്ചോറ് പോലെ തിരുസഭയാകുന്ന അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗമാകുന്ന തീരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയ്ക്ക് വേണ്ടി നൽകുന്ന വിശുദ്ധമായിട്ടുള്ള പൊതിച്ചോറാണ് പരിശുദ്ധ കുർബാന. സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു വിശ്വാസ രഹസ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോകത്തിലെ ജീവിതമെന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്രയാണ് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിൽ ആരംഭിക്കുന്ന ഈ യാത്ര അവസാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തിന് ശേഷം നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. അതുകൊണ്ട് നമ്മളുടെ തിരുനാൾ പ്രദക്ഷിണങ്ങളും മൃതസംസ്കാര ശുശ്രൂഷയിലെ പ്രദക്ഷിണവുമൊക്കെ ഈ ഒരു രഹസ്യത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഒരു തീർത്ഥാടനമാണ് എന്നുള്ള രഹസ്യം. ശൂന്യമായ സ്ലീവ മുന്നിൽ പിടിച്ചുകൊണ്ടാണ് ഈ 2 പ്രദക്ഷിണങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഉദ്ധിതനായ ഈശോയുടെ പ്രതീകമായ ശൂന്യമായ സ്ലീവായ്ക്ക് പിന്നാലെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഉദ്ധിതനായ ഈശോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വർഗമാകുന്ന തീരത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഈ പ്രദക്ഷിണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലെ മൃതസംസ്കാര ശുശ്രൂഷയിലെ വലിയ ഒപ്പീസിലെ ഒരു ഗാനം ഇപ്രകാരമാണ്: കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കുന്ന വർത്തകരെ പോലെ, കടലിൽ യാത്ര ചെയ്യുന്നവരെ പോലെ ഊഴിയിൽ ഭൂമിയിൽ അങ്ങനെ നീങ്ങുന്നു നമ്മൾ. കരയെത്തുമ്പോൾ ധനമില്ലാത്തവർ കരയും, മറ്റവർ ആനന്ദിക്കും. സ്വർഗരാജ്യമാകുന്ന തീരത്തെത്തുമ്പോൾ ധനമില്ലാത്തവർ കരയേണ്ടി വരും, ധനമുള്ളവർക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ധനമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപങ്ങൾ സൂക്ഷിക്കുവിൻ. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയുമില്ല. നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന നന്മ പ്രവർത്തികളും നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകളും നമ്മൾ അനുഷ്ഠിക്കുന്ന ആത്മീയ ജീവിതവുമൊക്കെയാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് സമ്പത്തായി മാറുന്നത്. ഈ ഒരു കാര്യം നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സീറോ മലബാർ സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ വൈദികൻ കുന്തിരിക്കമിട്ടുകൊണ്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥന: മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കൂദാശകളാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ 7 കൂദാശകളിൽ 3 കൂദാശകൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. പിന്നീടുള്ള 4 കൂദാശകളിൽ വിവാഹവും രോഗിലേപനവും നമ്മളെപ്പോഴും സ്വീകരിക്കാറില്ല. അതൊരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആവർത്തിച്ച് നമുക്ക് സ്വീകരിക്കാവുന്ന കൂദാശകളാണ് പരിശുദ്ധമായ കുംഭസാരവും പരിശുദ്ധ കുർബാനയും. ഈ കൂദാശകളുടെ ആവർത്തിച്ചുള്ള സ്വീകരണം വഴി നമ്മൾ സ്വർഗരാജ്യത്തിൽ സമ്പന്നരായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം സ്വർഗരാജ്യത്തിൽ സമ്പന്നരായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ദൈവത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന ആ സ്വർഗീയ അനുഭവം നമുക്കും ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ സമ്പന്നരായി മാറേണ്ടതുണ്ട്. ദൈവം നമുക്ക് ഈ ലോകത്തിൽ അനുവദിക്കുന്ന സമയമെന്ന് പറയുന്ന നമ്മുടെ ഈ ആയുസ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള, സ്വർഗരാജ്യത്തിൽ സമ്പത്ത് സൂക്ഷിക്കുവാനുള്ള വലിയ ഒരു അവസരമാണ്. ഈ ഒരു കാര്യം നമുക്ക് സാധിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതാപൂർവമായ അർപ്പണവും പരിശുദ്ധ കുർബാനയിലെ സജീവമായ പങ്കാളിത്തവും യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും വഴിയാണ്. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് പല ആളുകളും പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരും പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്നവരും പരിശുദ്ധ കുർബാന ഈശോ തന്നെ സ്ഥാപിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമൊക്കെയാണ്. അവർക്കുള്ള മറുപടിയായി വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈശോ മിശിഹായിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ
സ്ഥാപനത്തെക്കുറിച്ച് ഈശോ മിശിഹായാൽ സ്ഥാപിതമാണെന്നും അപ്പസ്തോലന്മാരാൽ ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ ഇന്നും പരിശുദ്ധ കത്തോലിക്കാ സഭയിലും മറ്റ് പൗരസ്ത്യ സഭകളിലും തുടരുന്ന വലിയ കൂദാശയാണ് എന്നും നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിലൂടെ മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശരീരവും രക്തത്തെയും ഒരാൾ സമീപിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രം കർത്താവിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പൗലോസ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, യോഗ്യതയോടെയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണങ്ങളാണ് നമ്മെ കൂടുതൽ ആത്മീയ ഉണർവുള്ളവരാക്കുന്നത്. അപ്രകാരം അല്ല എങ്കിൽ, യോഗ്യതയോടുകൂടി അല്ല നമ്മൾ പരിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു തളർച്ചയ്ക്ക് കാരണമാകും. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗൗരവമുള്ളതായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് എന്ന്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെ, ദൈവത്തിനുള്ള ബലിയർപ്പണത്തെ അവജ്ഞയോടും അശ്രദ്ധയോടും കൂടി വീക്ഷിക്കുന്നവരുടെ പാപം ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. പിന്നീട് ഈ ഏലിയുടെ പുത്രന്മാർക്കും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവർക്കുമൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹായുടെ ശക്തമായ ഒരു താക്കീത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങളിൽ പലരും രോഗികളും പലരും ദുർബലരും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നമ്മളിൽ പലരും ആത്മീയമായി രോഗാവസ്ഥയിലായിരിക്കുന്നവരും ആത്മീയമായി ദുർബലരും ആത്മീയമായി മരിച്ച അവസ്ഥയിലായിരിക്കുന്നതിൻ്റെയും കാരണം പരിശുദ്ധ കുർബാനയോടുള്ള യഥാർത്ഥത്തിലുള്ള ഭക്തിയില്ലാത്തതും യോഗ്യതയോടെയല്ലാത്ത പരിശുദ്ധ കുർബാന അർപ്പണങ്ങളും പരിശുദ്ധ കുർബാന സ്വീകരണങ്ങളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയാകുന്ന ദൈവത്തിൻ്റെ ഈ വലിയ ദാനത്തെ, ദൈവം തന്നെ മുറിച്ചു നൽകുന്ന ഈ വലിയ കൂദാശയെ ഒരിക്കലും അവജ്ഞയോടെയോ അവഹേളനപരമായോ ബഹുമാനമില്ലാതെയോ സമീപിക്കാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഘനീഭവിച്ച രൂപമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ജപമാല പ്രാർത്ഥനയിൽ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ 5-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ അന്ത്യ അത്താഴവേളയിൽ മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് തന്നെ നൽകിയെന്ന് നമുക്ക് ധ്യാനിക്കാമെന്ന്. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ഈ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും ദൈവം തന്നെ നമുക്ക് നൽകുന്നതും. ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടത്ര യോഗ്യതയും വേണ്ടത്ര ഒരുക്കവും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. സഭ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, എല്ലാ ആത്മീയ ആഘോഷങ്ങളുടെയും എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും കേന്ദ്ര ബിന്ദുവായിരിക്കേണ്ടത് പരിശുദ്ധ കുർബാനയാവണമെന്ന്. പരിശുദ്ധ കുർബാനയിൽ നിന്നാവണം ബാക്കി ഭക്തികളൊക്കെയും ഉരുത്തിരിയേണ്ടതും എല്ലാ ഭക്തികളും പരിശുദ്ധ കുർബാനയിലേക്ക് കേന്ദ്രീകരിക്കുന്നതും ആയിരിക്കണമെന്ന്. അതുകൊണ്ട് ദൈവം തന്നെ നമുക്ക് നൽകുന്ന പരിശുദ്ധ കുർബാനയാകുന്ന ഈ വലിയ രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോക ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് സ്വർഗരാജ്യമാകുന്ന തീരത്തേക്ക് എത്തിച്ചേരുവാനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ആയുസ്സാകുന്ന ഈ ലോകത്തിലെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗരാജ്യമാകുന്ന തീരത്തെത്തുമ്പോൾ സന്തോഷിക്കത്തക്ക വിധം സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെ അംഗമായി തീരുവാനുള്ള അർഹത നേടുവാൻ പരിശുദ്ധ കുർബാനയാകുന്ന നിത്യജീവന്റെ ഔഷധത്തെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലെ അംഗമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
എന്നീശോ എന്നുള്ളിൽ വന്നപ്പോൾ ഞാൻ കൊതിച്ചോരാനന്ദം, സ്വർഗം തന്നോരാനന്ദം. എന്നീശോ എൻ ഹൃത്തിൽ വന്നപ്പോൾ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. മരുഭൂവിൽ പെയ്തൊരു പുതുമഴ പോൽ നിൻ സ്നേഹമെന്നിൽ നിറയുന്നു. മരുഭൂവിൽ പെയ്തൊരു പുതുമഴ പോൽ നിൻ സ്നേഹമെന്നിൽ നിറയുന്നു. ആ സ്നേഹമെന്നിലൂടൊഴുകട്ടെ, എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ആ സ്നേഹമെന്നിലൂടൊഴുകട്ടെ, എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. എൻ സോദരിൽ നിന്നെ കാണുവാൻ ആത്മാവിൻ ഫലങ്ങൾ നിറയുന്നു. എൻ സോദരിൽ നിന്നെ കാണുവാൻ ആത്മാവിൻ ഫലങ്ങൾ നിറയുന്നു. ആ ഫലമെന്നിലൂടൊഴുകട്ടെ, എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ആ ഫലമെന്നിലൂടൊഴുകട്ടെ, എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. എന്നീശോ എന്നുള്ളിൽ വന്നപ്പോൾ ഞാൻ കൊതിച്ചൊരാനന്ദം, സ്വർഗം തന്നോരാനന്ദം. എന്നീശോ എൻ ഹൃത്തിൽ വന്നപ്പോൾ
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമം